കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി ഫണ്ടുകൾക്ക് വലിയ പങ്കുണ്ടെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സർവ്വമേഖലയും സ്പർശിച്ചുകൊണ്ടാണ് കിഫ്ബിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്താണ് ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൂർത്തിയാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളുടെ നെടുംതൂണായി കിഫ്ബി പദ്ധതികൾ മാറിയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കഴിഞ്ഞ 5 വർഷക്കാലത്താണ് കൂടുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങാനും പൂർത്തിയാക്കാനും കഴിഞ്ഞത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഗവൺമെൻറ് ഒരു നല്ലൊരു ഭാഗം, ഒരു 7 വർഷത്തോളം കിഫ്ബിയുടെ ധാരാളം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുള്ളതും പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ 5 വർഷക്കാലത്താണ്. കാരണം നേരത്തെ തുടങ്ങി വെച്ച പല കാര്യങ്ങളും സ്പെൻഡിങ് നടക്കുന്ന ഇവിടെയാണ്. ആകെയുള്ള 38,000 കോടിയിലധികമാണ് ഇതുവരെ ചിലവാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരു 28,000 കോടിയോളം രൂപ ചിലവായിട്ടുള്ളത് ഈ 5 വർഷക്കാലത്താണ്. കൊല്ലം ജില്ലയിലും നിരവധി പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി മുന്നോട്ട് വന്നു. കൊല്ലം ജില്ലയിലും ധാരാളം വികസന കാര്യങ്ങളുണ്ടായി. അതിനകത്ത് ഏറ്റവും പ്രധാനം പറയേണ്ടത് നമ്മുടെ റോഡുകളാണ്. ഏകദേശം 6,000 കോടിയോളം രൂപയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മൾ കൊടുത്തത് സ്ഥലമെടുക്കാൻ വേണ്ടി. രണ്ടാമത് തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ സ്ഥലമെടുക്കുന്നതിൻ്റെ കാര്യങ്ങളായി. വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ സഹായം ചെയ്യില്ലാത്ത സ്കൂളുകൾ കുറവാണ്. 100 കണക്കിന് സ്കൂളുകളാണ്. അത് 8 കോടി രൂപ വരെ ചെലവാക്കിയിട്ടുള്ള സ്കൂളുകളുണ്ട്. കൊല്ലം ജില്ലയിലൂടെ കടന്നുപോകുന്ന MC റോഡ് ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് കിഫ്ബി കരുത്തായിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.